ഇസ്രായേലിലേക്ക് ഒരു വമ്പൻ മിസൈൽ ആക്രമണം ഉണ്ടാകും എന്ന ഭയത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ വ്യോമസേന. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വ്യോമസേന വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാനുള്ള നീക്കം തുടങ്ങിക്കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യമനിൽ ഹൂത്തികൾ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേൽ വ്യോമസേന അതീവ ജാഗ്രതയിലാണ് നിലവിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശക്തമായ ആക്രമണങ്ങളിൽ ഹൂത്തികൾ ഗ്രൂപ്പിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണം നടത്തിയതായും അത് തുടരുമെന്നും അമേരിക്കയുടെ വൈറ്റ് ഹൗസ് കൂടെ അറിയിച്ചതോടുകൂടിയാണ് ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിൽ വ്യോമസേന ഇപ്പോൾ വലിയ രീതിയിൽ ഇസ്രായേലിൽ ജാഗ്രത പുലർത്തുന്നത്. എന്നാൽ ഇസ്രായേൽ ഈ ജാഗ്രത പുലർത്തുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയും വലിയ രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിലേക്ക് ഒരു വലിയ മിസൈൽ ആക്രമണം ഉണ്ടായേക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഉടനെ തന്നെ. കാരണം ഇന്ത്യൻ വ്യോമസേന ജാഗ്രത പുലർത്തുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ വ്യോമസേന ജാഗ്രതാ നില വർദ്ധിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവനയുണ്ട്. അതായത് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു. ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഇറാന്റെ പ്രോക്സി ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്. ഇനി ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയാൽ ഇറാനെ ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേൽ ആക്രമിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇറാനിൽ ധാരാളം ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ട്. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടാണോ ഈ ഇന്ത്യൻ വ്യോമസേന ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത്? അത് സംരക്ഷിക്കാനാണോ ഇന്ത്യൻ വ്യോമസേന തയ്യാറായി നിൽക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇറാനിലാണ് ഇന്ത്യയുടെ ചബഹർ തുറമുഖം അടക്കമുള്ള അവിടെ അഫ്ഗാനിസ്ഥാൻ അടക്കം ഇന്റർനാഷണൽ ട്രേഡ് ഇന്ത്യ തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇറാനിൽ വലിയ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ആ ട്രേഡ് അടക്കം വലിയ രീതിയിൽ കൊളാപ്സ് ആവുന്ന ഒരു സാഹചര്യവും അവിടെ ഉടലെടുക്കും. അങ്ങനെ ഉടലെടുക്കാതിരിക്കാൻ നേരത്തെ തന്നെ നമുക്കറിയാം, ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഒരു പടക്കപ്പൽ ചബഹർ തുറമുഖത്തിലേക്ക് അയച്ചിരുന്നു. അത് ഹൂത്തികളുടെ ആക്രമണം തടുക്കാനായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് വാർത്ത വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ചബഹർ തുറമുഖത്തിന് യാതൊരുവിധ പ്രശ്നവും വരാതിരിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ വ്യോമസേനയെ തയ്യാറാക്കി നിർത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ജനുവരിയിൽ ഗാസ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇസ്രായേലിനും ആഗോള കപ്പൽ പാതകൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഹൂത്തികൾ നിർത്തിവെച്ചതായിരുന്നു. എന്തായാലും വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കൽ കരാറിന്റെ ഒന്നാം ഘട്ടം അവസാനിച്ച ശേഷം മാർച്ച് 2-ന് ഇസ്രായേൽ മുനമ്പിലേക്കുള്ള സഹായ ഉപരോധം പിൻവലിക്കുന്നതുവരെ ഹൂത്തികൾ ആക്രമണം പുനരാരംഭിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും തുടർന്ന് ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇടയിൽ രാത്രി യമനിൽ നിന്നൊരു മിസൈൽ വിക്ഷേപിക്കപ്പെട്ടു. ഇത് ഈജിപ്തിൽ പതിച്ചു. മിസൈൽ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ളതാണോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അഥവാ IDF പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് യമനിൽ US നടത്തിയ ആക്രമണത്തിൽ ഒന്നിലധികം ഹൂത്തി നേതാക്കളെ കൊന്നതായി വൈറ്റ് ഹൗസ് ഞായറാഴ്ച പറഞ്ഞത്. ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസൈൽ ഇസ്രായേലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കായിരിക്കില്ല അടി ലഭിക്കുന്നത്, മറിച്ച് വലിയ രീതിയിലുള്ള അടി ലഭിക്കാൻ പോകുന്നത് അത് ഇറാനായിരിക്കും. കാരണം നിങ്ങളെ ഫണ്ട് ചെയ്യുന്നത് ഇറാനാണ്. ഇറാന്റെ വാക്ക് കേട്ടാണ് നിങ്ങൾ തുള്ളുന്നത്. നിങ്ങൾ ഇറാന്റെ പ്രോക്സിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വ്യോമസേനയും ജാഗ്രത പുലർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.